ഒരു നോട്ടീസ് അത് നമുക്ക് എങ്ങനെ അഡോബ് ഇല്ലുസ്ട്രേറ്ററിലാണ് ചെയ്യുന്നത്, അതെങ്ങനെ നമുക്ക് ചെയ്യും എന്ന് നോക്കാം. ആദ്യമായി നമ്മളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ആ ആർട്ട് ബോർഡിൽ ഉള്ള ആ സൈസ്, ആർട്ട് ബോർഡിൻ്റെ സൈസിലേക്ക് പേസ്റ്റ് ചെയ്യുക, ആ സ്പേസിലേക്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് ആദ്യം ഞാൻ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് മലയാളം അതിൽ നിന്ന് മലയാളമാക്കി കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്കതിൽ ഓരോന്നും കട്ട് ചെയ്തെടുത്തിട്ട് എഡിറ്റ് ചെയ്യാം, സൈസ് കൂട്ടാം, കളറ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നമുക്ക് ഓരോരോ 1, 2, 3, 4 അങ്ങനെ നമ്പർ കൊടുത്തിട്ട് അത് ഓരോന്നും സെപ്പറേറ്റ് കട്ട് ചെയ്ത് താഴേക്കിട്ട് സ്പേസ് ബാലൻസ് ചെയ്യാണ്. ഇത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസ് കൂട്ടുന്നു. ഇനി നമുക്കതിൻ്റെ കളറ്, ടെക്സ്റ്റിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് ഒരു എലമെൻറ്റ്, റെക്റ്റാങ്കിൾ എലമെൻ്റ് എടുത്ത് അതിൽ ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് ആർട്ട് ബോർഡിലേക്ക് പ്ലേസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ലെറ്റേഴ്സൊക്കെ ഒന്നുകൂടി ഫോണ്ട് വേറെ രീതിയിൽ ഫോണ്ട് സെലക്ട് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുന്നു, സബ് ടൈറ്റിൽ അതുപോലെ തന്നെ വേറൊരു കളർ നമ്മൾ ഒരു കളർ പാച്ചിൽ നമ്മൾ വൈറ്റ് ടെക്സ്റ്റ് ആക്കിയിട്ട് ഇട്ടെടുക്കും. അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്പർ കൊടുത്തിട്ടുള്ള ആ വേഡിങ്സ് കുറച്ചും കൂടി സൈസ് ചെറുതാക്കി അറേഞ്ച് ചെയ്യാണ്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അതിന് ഇന്ന പോലെ മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആ ഫയലൊന്ന് സേവ് ചെയ്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ സിസ്റ്റം ഹാങ് ആവുകയോ മറ്റോ ആവണമെങ്കിൽ നമുക്കത് പിന്നെ റിക്കവർ ചെയ്യാനായിട്ട് എപ്പോഴും സാധിച്ചെന്ന് വരില്ല. വീണ്ടും അതിൻ്റെ കളർ മാറ്റാണ്, ഒരു ഗ്രീൻ കളറിലേക്ക് ഇട്ടു. ഞാൻ ഓരോ കളറിലേക്ക് മാറ്റി നോക്കുകയാണ് ഏതാണ് നമുക്ക് താല്പര്യം, ഏതാണ് നമുക്ക് ആ മാച്ച് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ലീഫിൻ്റെ ഒരു ക്ലിപ്പ് ആർട്ട് പോലത്തെ ഒരു സംഭവം ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് വെക്ടറാക്കിയിട്ട് ഗ്രീൻ കളർ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം കേട്ടോ. നമുക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലേസ് ചെയ്ത് നോക്കാം. എങ്ങനെ ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവനവൻ്റെ യുക്തി പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്
ആർട്ട് ബോർഡിൻ്റെ വലുപ്പത്തിലൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി ആ ലീഫിൻ്റെ ഇതെല്ലാം കൂടി ക്ലിപ്പ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് താഴേക്ക് ലേയേഴ്സ് താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലെറ്റേഴ്സൊക്കെ മേലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. താഴേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ലെഫ്റ്റ് സൈഡ് ബ്രാക്കറ്റ് കീബോർഡിൽ ലെഫ്റ്റ് സൈഡ് ബ്രാക്കറ്റില്ലേ അത് ഷിഫ്റ്റ് കൺട്രോൾ. മേലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ റൈറ്റ് സൈഡ്. ഓക്കെ, അതൊന്നുകൂടി എടുത്ത് കാണാനായിട്ട് ഓരോ ടെക്സ്റ്റും നമുക്ക് ഇതുപോലൊരു റെക്റ്റാങ്കിൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പിന്നെ ഒരെണ്ണം എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് പിന്നെ കൺട്രോൾ ഡി അടിക്കുകയാണെങ്കിൽ താഴെ അങ്ങനെ അതിൻ്റെ കോപ്പികൾ വരും. ഈ ആ കോപ്പി അതിൻ്റെ താഴെയുള്ള ലൈനിൻ്റെ വേർഡിൻ്റെ സെൻറ്ററിലല്ല, അപ്പോൾ അതൊന്ന് താഴേക്ക് ആക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ചെയ്തിട്ട് നമ്മൾ എല്ലാ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടും കൂടി സെലക്ട് ചെയ്ത് അലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. F7 അടിച്ചിട്ടുണ്ടെങ്കിൽ അലൈൻ വരും. അതിൽ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈക്വലായിട്ട് വരും, സ്പേസ് ഈക്വലായിട്ട് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, മാറി പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കളർ വന്നാലാണ് ബെറ്റർ ആവുക എന്നുള്ളത്. ഓരോരുത്തർ യുക്തി പോലെ എനിക്ക് തോന്നുന്നു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടായി അതല്ലെങ്കിൽ ബ്ലൂ ഒക്കെ മാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബ്ലൂ കൊള്ളാമെന്ന് തോന്നുന്നു. ബ്ലൂവിലേക്ക് ആക്കി പിന്നെ ഒരു ഓഫ് വൈറ്റ് ടെക്സ്റ്റ്. ഓക്കെ ഫൈനലായിട്ട് നമ്മളത് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.